ഇടുക്കി മൂന്നാർ പോത്തമേട്ടിൽ നിന്നും മുറിച്ച 2 ആനക്കൊമ്പുകൾ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണവുമായി വനം വകുപ്പ്. സംഭവത്തിൽ ഇന്നലെ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികൾക്ക് ആനക്കൊമ്പ് ലഭ്യമായത് എവിടെ നിന്ന് എന്ന കാര്യത്തിലടക്കം വനം വകുപ്പ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. മൂന്നാർ പോതമേട് സ്വദേശികളായ 2 പേരെയായിരുന്നു കഴിഞ്ഞ ദിവസം വനവകുപ്പ് ഉദ്യോഗസ്ഥർ ആനക്കൊമ്പ് കേസിൽ പിടികൂടിയത്. പ്രതികളിൽ ഒരാളുടെ പോതമേട്ടിലെ വീട്ടിൽ നിന്നുമായിരുന്നു മുറിച്ച 2 ആനക്കൊമ്പുകൾ കണ്ടെടുത്തത്. സംഭവത്തിൽ വനവകുപ്പ് തുടരന്വേഷണം ആരംഭിച്ചു. കേസിൽ മറ്റാരെങ്കിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം വനവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. പ്രതികൾക്ക് ആനക്കൊമ്പ് ലഭ്യമായതെവിടെ നിന്നുള്ള കാര്യത്തിലടക്കം വിശദമായ അന്വേഷണം നടത്തുമെന്ന് ദേവികുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വെജി പറഞ്ഞു. സംശയമായി കണ്ട 2 പേരെ ചോദ്യം ചെയ്തതിൽ ഇയാന്മാരുടെ വീട്ടിൽ കൊമ്പ് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പരിശോധന നടത്തിയതിൽ 2 ആനക്കൊമ്പിന്റെ ഉച്ചഭാഗങ്ങൾ കണ്ടെടുത്തുണ്ടായിട്ടുണ്ടെന്ന് കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. കേസിന്റെ തുടരന്വേഷണം നടന്നു വരുന്നു. മറ്റു പ്രതികളെ ഇനി പിടികൂടാനുള്ളതാണ്. ആനക്കൊമ്പ് വിൽപ്പന നടത്താൻ ശ്രമം നടക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവികുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ കീഴിൽ വരുന്ന പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ നടത്തിയ നീക്കമാണ് പ്രതികളെ കുടുക്കിയത്. സംശയാസ്പദമായി കണ്ട പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയായിരുന്നു ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വനവകുപ്പിന് ലഭിച്ചത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് വനവകുപ്പ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.